ഹായ് ഗായ്സ്, ഗളിബ്രോ നോട്ടി ചാനൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 11th വീക്ക് വിഷനിലേക്കുള്ള വാശിയേറിയ വോട്ടിംഗ് പീരീഡുമാണ് ഹോട്ട്സ്റ്റാർ നടക്കുന്നത്. നമ്മളിന്ന് ചൊവ്വാഴ്ച രാത്രി 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 6 മത്സരാർത്ഥികളാണുള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾക്ക് വേണ്ടി നിങ്ങൾ ഹോട്ട്സ്റ്റാർ കയറി തന്നെ വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ മത്സരാർത്ഥിക്ക് വോട്ട് ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണ് വോട്ട് ചെയ്തതെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വരും മണിക്കൂറിലെ കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുകൾക്കായിട്ടും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാത്രി 11 വോട്ടിംഗ് ലിസ്റ്റിൽ 1-ാം പൊസിഷൻ ഷാനവാസ് തന്നെയാണ് തുടരുന്നത്. വോട്ടിങ്ങിന് തുടക്കത്തിൽ ഒന്ന് പതറിയെങ്കിലും ഷാനവാസ് 1-ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. നൂറയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 22,133 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1-ാം പൊസിഷൻ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. 2-ാം പൊസിഷനിൽ 100 തന്നെ തുടരുകയാണ്. 100 നേരത്തെ 1-ാം പൊസിഷനിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വോട്ടിങ്ങിൻ്റെ ഇടിവിൻ്റെ അടിസ്ഥാനത്തിൽ 2-ാം പൊസിഷനിലേക്ക് തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 21,800 വോട്ടോടുകൂടി 2-ാം പൊസിഷനിൽ സുരക്ഷിതമായി തന്നെ തുടരുകയാണ്. 3-ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റം നടത്തി കയറി വന്ന വേദലക്ഷ്മി ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പിന്നിലേക്ക് വരുന്നില്ല. എന്നിരുന്നാൽ കൂടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ആര്യനുമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. 20,155 എന്ന ഒരു ചെറിയൊരു വോട്ടിൻ്റെ ഡിഫറൻസിൽ 3-ാം പൊസിഷൻ കൈക്കടക്കിയിരിക്കുകയാണ് വേദലക്ഷ്മി. 4-ാം പൊസിഷനിൽ ആര്യനാണുള്ളത്. വളരെ ചെറിയൊരു വോട്ടിന് വ്യത്യാസത്തിലാണ് ആര്യൻ 4-ാം പൊസിഷനിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിൽ ഇതിന് മുന്നേറ്റമുണ്ടാവും. 20,101 വോട്ടിൻ്റെ ബലത്തിലാണ് ആര്യൻ ഇപ്പോൾ 4-ാം പൊസിഷനിലുള്ളത്. 5-ാം പൊസിഷനിൽ അക്ബർ തന്നെയാണ് തുടരുന്നത്. അക്ബറിന് ഇതിനെക്കാട്ടും നല്ല രീതിയിലുള്ള വോട്ടിംഗ് പ്രകടനം നടത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതുണ്ടായിട്ടില്ല. 19,990 വോട്ടോട് കൂടി 5-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലേക്ക് മാറിയിരിക്കുകയാണ് അക്ബർ. 6-ാം പൊസിഷനിൽ നെവിൻ തന്നെയാണ് തുടരുന്നത്. നെവിൻ പക്ഷേ നല്ല രീതിയിലുള്ളൊരു പോരാട്ടമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് 5-ാം പൊസിഷനിലുള്ള അക്ബറുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറിലെ വോട്ടിംഗ് വളരെ നിർണ്ണായകമാണ്. താങ്ക് യു.